പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ആരാധന നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമാണ് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയത്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ പറയുന്നത് പോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ ലഭിക്കുന്ന നിമിഷമാണ്. അതുകൊണ്ട് അല്പസമയം കണ്ണുകളെ അടച്ച് ഒരുമിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വലിയവനായ കർത്താവിനെ സ്തുതിക്കുവാൻ, സ്തുതികൾക്ക് യോഗ്യനായവനെ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ട് ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ആരാധനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വി വർഷിപ്പ് യു ലോർഡ്. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾക്ക് അങ്ങക്ക് നന്ദി പറയുന്ന കർത്താവേ, അങ്ങേ ആരാധിക്കുമ്പോൾ, അങ്ങേ സ്തുതിക്കുമ്പോൾ, അങ്ങിൽ നിന്ന് കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലും കേൾക്കുന്നവർക്കൊക്കെ അനുഗ്രഹമായി തീരുന്ന രീതിയിൽ കർത്താവേ, ഈ പകൽ ഈ മീറ്റിംഗ് കർത്താവേ ഇടയാകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, എല്ലാ നാമത്തിലും മേലായ നാമമായ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, സ്തുതികൾക്ക് യോഗ്യനായ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഈ പകൽ ഞങ്ങൾക്ക് ഒരവസരം കൂടെ ദാനമായി നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അല്പസമയം അങ്ങ് ആരാധിപ്പാനുള്ള ദൈവകൃപ, ദൈവിക ശക്തി, ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്വർഗം പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ആമേൻ. ഒരുമിച്ച് ചേർന്ന് പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനങ്ങളാണ് ചേർന്ന് പാടുന്നത്. ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി മാനാമേ, നിത്യവും നിന്നെ ജീവനാഥൻ യേശുവേ. ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. സ്തുതികൾക്ക് യോഗ്യനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. മരണാധികാരി
നിങ്ങളെ കൈവിട്ടാലും ഉപേക്ഷിക്കാത്തവർ, വാക്കുകൾ പറഞ്ഞ് മാറാത്തവർ, ആ നല്ലവനായ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഈ പകൽ ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിൽ വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ദീനവും മാനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദീനവും മാനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ആദിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. ആദിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. സ്തുതി അവനെ ഒരുമിച്ച് നമുക്ക് ഈ നിമിഷം ആരാധിക്കാം. അവൻ സ്തുതികൾക്ക് യോഗ്യനാകയാൽ, ആരാധനയ്ക്ക് യോഗ്യനാകയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതി ചെയ്യുവാനാമേ. നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാ. സ്തുതി ചെയ്യുവാനമേ, സ്തുതി ചെയ്യുവാനമേ. നിത്യവും നിൻ ജീവനാഥൻ. സ്തുതികൾക്ക് യോഗ്യനായവനെ സ്തുതി ചെയ്യും. ഈ നിമിഷം ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ. ഇതുപോലെ സ്വജീവനെ നൽകിയ വേറൊരു സ്നേഹിതനില്ല. ഇതുപോലെ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാ. ഇതുപോലെ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി. സ്തുതി ചെയ്യുവാനാമേ. നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, സ്തുതി ചെയ്യുവാനാമേ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഈ നിമിഷം എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? ആരാധനയ്ക്ക് യോഗ്യൻ ഈ യേശു മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നന്മകൾ ചെയ്തവരുടെ പേരുകൾ നമുക്ക് പറയാൻ കാണും, ഒത്തിരി പണം നൽകിയവരുടെ പേര് നമുക്ക് പറയാൻ കാണും. എന്നാൽ എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമാകയാൽ ഈ നിമിഷം ആ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ആ ദൈവ സാന്നിധ്യം ഈ നിമിഷം നമ്മോട് കൂടെ ഉണ്ട്. അത് വിശ്വസിക്കുന്ന ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ?
പരിശുദ്ധാത്മാവ് നയിക്കാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് പാടിക്കാം. ഈ നിമിഷം ഞങ്ങളുടെ വലിയൊരു ദൈവ സാന്നിധ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മധ്യേ ഈ മഹാമാരിയുടെ മുമ്പിൽ നിങ്ങളുടെ ജീവിതം തീർന്നെന്ന് ലോകം നിങ്ങളെ നോക്കി വിധി എഴുതുമ്പോൾ, ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ഈ ലോകത്തിലെ എത്ര വലിയ ശക്തിയാണെങ്കിലും അത് നിങ്ങളെ വിട്ടുമാറുകയാണ്. ഈ പകലത്ത് വിശ്വസിക്കുന്നെങ്കിൽ യെസ്, ദൈവത്തെ സ്തുതിച്ചു നയിക്കാണ്. പ്രശ്നങ്ങളുടെ മധ്യേ ഈ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും. ആ ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങൾ നിറയ്ക്കണമേ. വരുത്തുവാവേ ഈ ആരാധനയിൽ വലിയൊരു ദൈവ സാന്നിധ്യം നയിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു ജീസസ്. യേശുവേ, ഈ സമയം അങ്ങയുടെ വലിയ ദൈവ സാന്നിധ്യത ഞങ്ങളെ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ലോകം ഞങ്ങളെ നോക്കി വിധി എഴുതുമ്പോൾ, ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയും മുൻപോട്ടില്ലെന്ന് പറയുമ്പോൾ, ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ വിശ്വസിക്കണം, ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിയുമ്പോൾ അതിനെ പരാജയപ്പെടുത്തുവാൻ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ആ ദൈവ സാന്നിധ്യത്തിനായി ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളോടൊപ്പം പാടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദെ പോലെ നൃത്തം ചെയ്ത് എന്നും കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. അതുകൊണ്ട് ഈ പാട്ടുകൾ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയാ മഹത്വം കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും. ഹല്ലേലൂയാ മഹത്വം. ചേർന്ന് പാടാം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയാ മഹത്വം കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയാ
സ്വർഗീയത്തിയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയത്തിയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ, മഹത്വം. യേശുവേ, നീ മാത്രം യോഗ്യൻ. കർത്താവേ, നീ മാത്രം എന്നെന്നും കർത്താവ്. അതുകൊണ്ട് ഈ പകൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ല. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ആരാധിപ്പാൻ ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ, മഹത്വം. യേശുവേ, നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ, സ്വർഗീയത്തിയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. 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 അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നവർ. ഹല്ലേലൂയ, മഹത്വം. അവന്റെ രക്ഷകൻ, ആനന്ദദായകനായ ഹല്ലേലൂയ, മഹത്വം. ഹല്ലേലൂയ. ഈ പകൽ ഒരുമിച്ച് ചേർന്ന് രക്ഷകനായ ദൈവത്തെ ഹല്ലേലൂയ ഒരുമിച്ച് ചേർന്ന് പാടിസ്തുതിക്കാം. സ്വർഗീയത്തിയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. 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 എല്ലാ മുഴക്കാലും നീ മുമ്പിൽ വണങ്ങിയിടും. നാവുകൾ ഏവരും കർത്താവെ വർണ്ണിക്കും. അത് ഒരേ ഒരു നാമം, യേശുവിന്റെ നാമമാകിയ ഈ പകൽ ഒരുമിച്ച് ചേർന്ന് അതരങ്ങളെ തുറന്ന് നാവുകളെ തുറന്ന് ഈ വലിയവനായ കർത്താവിനെ ആരാധിക്കാം. സ്വർഗീയത്തിയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. 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 അങ്ങന്റെ നന്മയും ശാപങ്ങളും മാറ്റും. ഹല്ലേലൂയ, മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാ. ഹല്ലേലൂയ, മഹത്വം. അങ്ങന്റെ നന്മയും
സാന്നിധ്യം ഇറങ്ങുമ്പോൾ മാറുകയാണ്. ഒരുമിച്ച് ചേർന്ന് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ വിശ്വസിക്കുമ്പോൾ ചേർന്ന് പാടിക്കാം. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ. നീങ്ങിപ്പോ വിശ്വസിക്കുന്നവർ ഭാരങ്ങൾ ഈ നിമിഷം മാറുകയാണ്. ശാപങ്ങൾ സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ. ഒരു പ്രാവശ്യം അവர்கள் ചേർന്ന് പാടാമോ? നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ. യേശുവിൻ നാമം ശക്തിയാൽ യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാൽ യേശുവിൻ നാമം രക്ഷയാൽ യേശുവിൻ നാമം ശക്തിയാൽ യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ യേശുവിനെ വീണ്ടെടുത്തു. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തൻ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ,
കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആരിലും വലിയവനായ, ആരിലും ഉന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. We worship you, Lord. Thank you Jesus, thank you Jesus, thank you Jesus. Hallelujah. ഈ വലുവനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇത്ര സമയം കർത്താവിനെ ആരാധിക്കാൻ നമ്മുടെ ജീവിതത്തിലിടയായി തീരുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും ഒരു പക്ഷേ നിങ്ങൾ ഏകരായിരിക്കും. ആരും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ സഹായിക്കുവാൻ കാണത്തില്ല. എന്നാൽ ഈ പകൽ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആരെല്ലാം മാറിപ്പോയാലും വേറെ ഒന്നും നിങ്ങൾക്ക് സമ്പത്തായിട്ട് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഈ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും അല്പസമയം കണ്ണുകളെ അടച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ അവസാന നിമിഷങ്ങളിൽ വലിയ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. We worship you, Lord. നമ്മുടെ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു മാറട്ടെ. ഈ വരികൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ഒരു സമർപ്പണത്തോടെ ഈ നിമിഷം പാടാൻ കഴിയട്ടെ. ദൈവത്തെ മുറുകെ പിടിക്കുവാൻ കഴിയുന്നവർ ചേർന്ന് പാടാൻ കഴിയുമോ? യേശുവേ, ഈ ലോകത്തെ എല്ലാം എന്റെ ആയുസ് മുഴുവൻ സമർപ്പിക്കുന്നു. സ്നേഹങ്ങളെല്ലാം മാറും. സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹതയോ എന്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ
കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ ഒരുപക്ഷെ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നവരാകും. നിരാശകൾ നിങ്ങളുടെ കൂടെ കാണും, പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ കാണും. എന്നാൽ ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഈ പകലത് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ഒരുമിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ദോഷമായിട്ടൊന്നും എന്നോ ഉടനെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ വിശ്വസിക്കാൻ കഴിയുമോ? ഉടനെ താതൻ ചെയ്യുകയില്ല. എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്നെ അവൻ അടിച്ചാൽ എന്നെ അവൻ കൈവിടത്തില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസം പറയാൻ കഴിയും? ദോഷമായിട്ടൊന്നും എന്നോട് എന്നെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കുക. അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും എന്നെ അവൻ യേശുവിനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏകരായിരിക്കാം. എല്ലാ പ്രതീക്ഷകളും നിങ്ങളുടെ മുമ്പിൽ അസ്തമിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇനി എന്റെ മുമ്പിൽ ആരെന്നെ സഹായിക്കും? എന്നാൽ ഈ നിമിഷം വിശ്വസിക്കുക, ദോഷമായിട്ടൊന്നും ചെയ്യാത്ത നല്ലൊരു നാഥൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ വരികൾ ചേർന്ന് ഞങ്ങളോടൊപ്പം പാടാൻ കഴിയുമോ? എത്ര പേർക്ക് പാടാൻ കഴിയും? വിശ്വസിക്കുന്നവർ ചേർന്ന് പാടാൻ കഴിയുമോ? എന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും എന്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോയേക്കാം, നിങ്ങൾക്ക് സ്നേഹം നൽകിയവർ മാറിപ്പോയേക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഈ സമയം നിങ്ങളുടെ മധ്യത്തിൽ കാണത്തില്ല. എന്നാൽ കൈവിടാത്ത നല്ലൊരു സാന്നിധ്യം, നല്ലൊരു ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കാൻ കഴിയും? ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഈ യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമോ? ദോഷമായിട്ടൊന്നും എന്നോട് എന്നെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എന്നെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. ഓ എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും പ്രയാസങ്ങൾ നേരിടും നേരത്തും ചാരവേ ഞാൻ കാണും
നിമിഷമാണ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഏകനായി ലോക സകലങ്ങളെല്ലാം നിങ്ങളെ വിട്ടുപോകുമ്പോഴും യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഏകനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്നേഹസഖിയായി തീരുമാനത്തിലേക്ക് വരട്ടെ. യേശു മാത്രം മതി. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നൽകപ്പെട്ട ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ലോകരെല്ലാം ഞങ്ങളെ കൈവിടുമ്പോഴും ലോക സഖികളെല്ലാം മാറിപ്പോകുമ്പോഴും സമ്പത്തൊന്ന് ചൊല്ലുവാ അപ്പൊ വേറൊന്നുമില്ല, അങ്ങ് മാത്രം, അങ്ങയുടെ സ്നേഹം മാത്രം, ആ ദൈവ സാന്നിധ്യം ഈ നിമിഷം ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. ഏകനായി മാറി നിൽക്കുമ്പോഴും എല്ലാവരും തള്ളപ്പെടുമ്പോഴും ഇനി മുൻപിൽ ഒരു പ്രതീക്ഷയുമില്ലെന്ന് ലോകം വിധി എഴുതുമ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് വരുന്ന ആ ദൈവ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്റെ കർത്താവ് ചെയ്യുകയില്ല. വിശ്വസിക്കുക, ദോഷമായിട്ടൊന്നും എന്റെ കർത്താവ് നമ്മളോട് ചെയ്യുകയില്ല. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നവർ ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയാൽ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഒരുമിച്ച് ചേർന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ലോകം മാറിപ്പോയാലും മാറാത്ത ഒരു സ്നേഹം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ആരെല്ലാം ഞങ്ങളെ ഉപേക്ഷിച്ചാലും കൈവിടാത്ത നല്ലൊരു നാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, എല്ലാ നാമത്തിലും മേലായ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം വീണ്ടും അനുഭവിക്കാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുമിച്ച് പ്രത്യാശയോടെ നിലനിൽപ്പാൻ ഞങ്ങളെ അവിടെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗ്ഗം പ്രാർത്ഥനയുടെ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഏകരല്ല, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ കൈവിടത്തില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ഈ നിമിഷം ഈ യേശുവിൽ നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.